ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ളതാണ് സ്റ്റോറിയുടെ പേര്. കേട്ടിട്ടുണ്ടോ ഈ ഒരു സ്റ്റോറി? ആൻ ആസ്ട്രോളജേഴ്സ് ഡേ. ആസ്ട്രോളജർ എന്താണ്? ജ്യോതിഷി. കേട്ടിട്ടുണ്ടോ? എന്താണ് നമ്മൾ പണിക്കർ അല്ലെങ്കിൽ ജ്യോതിഷൻ എന്നൊക്കെ പറയും. അയാളാണ് ആസ്ട്രോളജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ദ ഷോർട്ട് സ്റ്റോറി ആൻ ആസ്ട്രോളജേഴ്സ് ഡേ ഹാസ് ബീൻ റിട്ടൺ ബൈ ദ റെനൗണ്ട് ഇന്ത്യൻ റൈറ്റർ ആർ.കെ. നാരായൺ. ആർ.കെ. നാരായണനാണ് ഈ ഒരു ചെറുകഥ, ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ചെറുകഥ എഴുതിയിരിക്കുന്നത്. R.K. Narayan's literary prose has positioned him in the league of Dickens, Chekhov, Faulkner, and Flannery O'Connor, among others. R.K. നാരായണന്റെ ഈ ഒരു സാഹിത്യ വൈദഗ്ധ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡിക്കൻസ്, അതുപോലെ ചെക്കോ, ഫോക്നർ, ഫ്ലാനറി ഓക്കോണർ തുടങ്ങിയ എഴുത്തുകാരുടെ, പ്രശസ്തരായ എഴുത്തുകാരുടെ പട്ടികയിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സസ്പെൻസ് സ്റ്റോറി വിച്ച് ഡിസ്ക്രൈബ്സ് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ഫേക്ക് ആസ്ട്രോളജർ. ഒരു ഫേക്ക് ആസ്ട്രോളജർ ആയിട്ടുള്ള വ്യാജനാണ് അദ്ദേഹം. ആസ്ട്രോളജറുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു കഥയാണ് നമുക്കിവിടെ വിവരിച്ചു തരുന്നത്. This story deals with various themes related to human nature, such as hypocrisy, selfishness, shrewdness, and revengefulness. എന്തൊക്കെയാണ് പറയുന്നത്? കാപട്യം, അല്ലേ? പിന്നെയോ ഹിപ്പോക്രൈസിസ്, സെൽഫിഷ്നെസ്, സ്വാർത്ഥത, അതുമാത്രമല്ല ഷ്യൂഡ്നെസ്, കൗശലം, റിവെഞ്ച്ഫുൾനെസ്, പ്രതികാരം എന്നിങ്ങനെ മനുഷ്യ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ ഈ കഥ കൈകാര്യം ചെയ്യുന്നുണ്ട്. Let's read and find out how the story not only exposes a fake astrologer but also highlights the gullible and superstitious people who approach him. ഈ വ്യാജ ആസ്ട്രോളജറെ തുറന്നു കാട്ടുക മാത്രമല്ല, അദ്ദേഹത്തെ സമീപിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ആളുകളെയും അന്ധവിശ്വാസികളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥ എടുത്തു കാണിക്കുന്നുണ്ട്. നമുക്ക് കഥ വായിച്ചു നോക്കാം. ഓക്കെ, സെക്ഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സെക്ഷൻ 1. Punctually at midday, he opened his bag and spread out his professional equipment, which consisted of a dozen cowrie shells, a square piece of cloth with obscure mystic charts on it, a notebook, and a bundle of Palmyra writing. His forehead was resplendent with sacred ash and vermilion, and his eyes sparkled with a sharp, abnormal gleam, which was really an outcome of a continual searching look for customers, but which his simple clients took to be prophetic light and felt comforted. എന്തൊക്കെയാന്ന് പറയുന്നത്? പങ്ക്ച്വലി അറ്റ് മിഡ് ഡേ ഹി ഓപ്പൺ ഹിസ് ബാഗ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഹിസ് പ്രൊഫഷണൽ എക്യുപ്മെന്റ്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഉച്ചയ്ക്ക് അയാളുടെ സമയമായി തുടങ്ങി അയാൾ എന്ത് ചെയ്യുന്നു? തന്റെ ബാഗ് തുറന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രൊഫഷണൽ എക്യുപ്മെന്റ്സുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? എടുക്കുകയാണ്. വിച്ച് കൺസിസ്റ്റഡ് ഓഫ് എ ഡസൻ കൗറി ഷെൽസ്. അതിലെന്തുണ്ട്? കൗറി ഷെൽസുകളുണ്ട്. പിന്നെയോ a square piece of cloth with obscure mystic charts on it. ഒരു ചതുരാകൃതിയിലുള്ള തുണി. പിന്നെയോ എ നോട്ട് ബുക്ക് ആൻഡ് എ ബണ്ടിൽ ഓഫ് പാൽമിറ റൈറ്റിംഗ്. ഒരു നോട്ട് ബുക്ക് ഉണ്ട്, അതുപോലെ പാൽമിറ റൈറ്റിംഗ്, അതായത് ബണ്ടിൽ ഓഫ് പാൽമിറ റൈറ്റിംഗ് എന്ന് പറയുന്നത് താളിയോലകൾ എഴുതി വെച്ചിട്ടുള്ള അതൊക്കെ അയാളുടെ ബാഗിലുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം എടുത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്? മുന്നിൽ നിരത്തി വെക്കുകയാണ്.
His forehead was resplendent with a sacred ash and vermilion. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിന്ദൂരവും ഭസ്മവും ഒക്കെ എന്ത് ചെയ്യാണ്? ചാർത്തുകയാണ് അദ്ദേഹം. Then his eyes sparkled with a sharp abnormal gleam, which was really an outcome of a continual searching look for customers. അതുമാത്രല്ല, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണിന്റെ പറയുന്ന മൂർച്ചയുള്ള അസാധാരണമായ ഒരു തിളക്കത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. Then continual searching look for customers. അദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്? ആളുകളെ ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ്. But which his simple clients took to be a prophetic light and felt comforted. പക്ഷേ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ആ തെരച്ചിൽ, ലളിതമായിട്ടുള്ള ക്ലയന്റുകൾ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നിലൂടെ ക്ലയൻസുകൾ പോകുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് ആ വെളിച്ചവും അദ്ദേഹത്തിന്റെ രൂപവും ഒക്കെ കാണുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരാനുള്ള ഒരു പ്രേരണ അവരിൽ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ്. ലൈറ്റ്, പ്രൊഫറ്റിക് ലൈറ്റ് ആൻഡ് ഫെൽറ്റ് കംഫർട്ടഡ്. അവർക്ക് അതെന്ത് ചെയ്യാണ്? അത് കാണുന്ന സമയത്ത് അവരൊരു ആശ്വാസം തോന്നി ആ ആളുകൾ അയാളുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. The power of his eyes was considerably enhanced by their position, placed as they were between the painted forehead and the dark whiskers which streamed down his cheeks, when a half-wit's eyes would sparkle in such a setting. ചായം പൂശിയ നെറ്റിക്കും പിന്നെന്താണ്? കവിളിലൂടെ ഒഴുകുന്ന അദ്ദേഹത്തിന്റെ ഇരുണ്ട മീശയ്ക്കും ഇടയിലായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ enhanced by their position, placed as they were between the painted forehead and the dark whiskers which streamed down his cheeks. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു നെറ്റിയിലേക്ക് ഉറിയും പിന്നെ മീശയും അതൊക്കെ കാണുന്ന സമയത്ത് അതിനിടയിലുള്ള അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ശക്തി എന്ത് ചെയ്യാണ്? വർദ്ധിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ even a half-wit's eyes would sparkle in such a setting. To crown the effect, he wore a saffron-colored turban around his head. This color scheme never failed. അദ്ദേഹത്തിന്റെ ഈ ഒരു മുഖത്തേക്ക് നോക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രൂപം കാണുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ആളുകളെ നോക്കി അയാളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പൊ മറ്റൊരാളുടെ കണ്ണുകൾ പോലും എന്ത് ചെയ്യും? അയാളെ കാണുന്ന സമയത്ത് ഒന്ന് തിളങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു തലയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുങ്കുമ നിറമുള്ള ഒരു തലപ്പാവ് ചുറ്റുന്നുണ്ട്. പീപ്പിൾ were attracted to him as bees are attracted to cosmos at dahlia stacks. അദ്ദേഹം ആ ഒരു തേനീച്ചകൾ എന്ത് ചെയ്യാണ്? കോസ്മോസ് അല്ലെങ്കിൽ ഡാലിയ തണ്ടുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ ആളുകൾ എന്ത് ചെയ്യാണ്? അവനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. Then he sat under the boughs of a spreading tamarind tree which flanked a path running through the town hall park. ടൗൺ ഹാൾ പാർക്കിലൂടെ കടന്നു പോകുന്ന ഒരു പാതയോരത്ത് വലിയൊരു പടർന്നു കിടക്കുന്ന ഒരു പുളിമരത്തിന്റെ കൊമ്പുകൾക്കടിയിൽ അയാൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. ഇറ്റ് വാസ് എ റിമാർക്കബിൾ പ്ലേസ് ഇൻ മെനി വേസ്. പലതരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. A surging crowd was always moving up and down this narrow road morning till night. രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇടുങ്ങിയ റോഡിൽ എപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. A variety of trades and occupations was represented all along its way. Medicine sellers, sellers of stolen hardware and young magicians, and above all an auctioneer of cheap cloth who created enough din all day to attract the whole town. പിന്നെന്താ പറയുന്നത്? നോക്കൂ. A variety of trades and occupations was represented all along its way എന്നാണ് പറയുന്നത്. വഴിയിലുടനീളം വൈവിധ്യമാർന്നിട്ടുള്ള വ്യാപാരങ്ങളും തൊഴിലുകളും
എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. മരുന്ന് വിൽപ്പനക്കാരുണ്ട്, അതുപോലെ സെല്ലേഴ്സ് ഓഫ് സ്റ്റോളൻ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുണ്ട്, ഹാർഡ്വെയർ ആൻഡ് ജങ്ക്. പിന്നെന്താണ്, പല വസ്തുക്കളും ഉപയോഗശൂന്യമായിട്ടുള്ള അത്തരത്തിലുള്ള, അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്ന് അവിടെ വിൽക്കുകയാണ്. മജിഷ്യൻസിന്റെ മാന്ത്രികന്മാരുണ്ട്. എല്ലാറ്റിനും ഉപരി വില കുറഞ്ഞ തുണിത്തരങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ, ഓപ്ഷനിയർ ഓഫ് ചീപ്പ് ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. ഹു ക്രിയേറ്റഡ് ഇനഫ് ഡിൻ ഓൾ ഡേ ടു അട്രാക്ട് ദ വോൾ ടൗൺ. ഒരു ദിവസം മുഴുവൻ ആ നഗരത്തെ ആകർഷിക്കാൻ മതിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. Next to him in vociferousness came a venter of fried groundnut, who gave his ware a fancy name each day, calling it Bombay ice cream one day, and on the next Delhi almond, and on the third Raja's delicacy, and so on and so forth, and people flocked to him. പിന്നെന്ത് പറയുന്നു, അവന്റെ അടുത്തായിട്ട്, അതായത് അയാൾ ഇരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ആരുണ്ട്, ഒരു നിലക്കട വിൽക്കുന്ന, ഗ്രൗണ്ട് നട്ട് എന്നാണ് പറയുന്നത്, ഒരു നിലക്കടയിൽ വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരൻ, അത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അദ്ദേഹം ശബ്ദമുയർത്തുന്നുണ്ട്. തന്റെ സാധനങ്ങൾക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്, ഓരോരോ പേരുകൾ നൽകിക്കൊണ്ട് ഒരു ദിവസം ബോംബെ ഐസ്ക്രീം എന്നും, അടുത്ത ദിവസം ഡൽഹി ബദാം എന്നും, മൂന്നാമത്തെ എന്താ പറയാ, കിങ്സ് നമ്മള് പോർഷൻസ് ഓഫ് ദിസ് ക്രൗഡ് ഡാലിയഡ് ബിഫോർ ദ ആസ്ട്രോളജേഴ്സ് ടു എന്നാണ് പറയുന്നത്. രാജാസ് ഡെലിക്കസി എന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേരുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പലതും അങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒഴുകി എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. ഈ ജനക്കൂട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, the astrologers transacted his business by the light of a flare which cracked and smoked up above the groundnut heap nearby. അപ്പോൾ ആളുകൾ നടന്നു പോകുന്ന സമയത്ത് ഈ ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾ ഫ്ലോക്ക് ടു ഹിം, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒഴുകിയെത്തുകയാണ്. എ കൺസിഡറബിൾ പോർഷൻ ഓഫ് ദിസ് ക്രൗഡ് ഡാലിഡ് ബിഫോർ ദ ആസ്ട്രോളജേഴ്സ് ടു. നമ്മുടെ നിലക്കട വിൽക്കുന്ന ആളുകളുടെ അടുത്തേക്കും, അതുപോലെ ഐസ്ക്രീമിന്റെ പേരുകൾ പറഞ്ഞ് വിൽക്കുന്ന ആളുടെ അടുത്തേക്കും, നമ്മളുടെ ആസ്ട്രോളജേഴ്സിന്റെ അടുത്തേക്കും ആളുകൾ എന്ത് ചെയ്യുന്നു, ഒഴുകിയെത്തുന്നുണ്ട്. ദെൻ സമീപത്തുള്ള എന്താ പറയുന്നത്, ഗ്രൗണ്ട് നട്ട് ഹീപ്പ് നിയർ ബൈ എന്ന് പറയുന്നുണ്ട്. ആ സമീപത്തുള്ള നിലക്കടല, ആ കൂമ്പാരത്തിന് മുകളിൽ എന്ത് ചെയ്യാണ്, പൊട്ടിത്തെറിച്ചു പുകയുന്ന ഒരു ജ്വാലയുടെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ആസ്ട്രോളജർ, അതായത് അയാളുടെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന, നിലക്കടല വിൽക്കുന്ന ആളുടെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആസ്ട്രോളജർ ജോലി ചെയ്യുന്നത്. അയാളുടെ ബിസിനസ് നടത്തുന്നത് അയാളാണ്. അയാൾ അങ്ങനെയാണ്, ആ വെളിച്ചത്തിലാണ്, മറ്റേ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ എന്താ പറയാ, വിളക്കിന്റെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ ജോലി ചെയ്യുന്നത്. Then half the enchantment of the place was due to the fact that did not have the benefit of municipal lightning. എന്ത് ചെയ്യുന്നു, മുനിസിപ്പൽ ലൈറ്റിംഗ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് അവിടെ പ്രയോജനം ഇല്ലാത്തതാണ്. Then the place was lit up by shop lights. കടയിലെ വിളക്കുകളാൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടം പ്രകാശിച്ചിരിക്കുന്നുണ്ട്. 1 or 2 had hissing gas lights. Some had naked flares stuck on poles, some were lit up by old cycle lamps, and 1 or 2, like the astrologers, managed without lights of their own. പിന്നെന്താ പറയുന്നത്, പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അതിനു പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ലൈറ്റുകൾ, അതായത് ഓരോരോ അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ, അദ്ദേഹം ഇരിക്കുന്ന ആ ഭാഗത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നഗ്നമായ ജ്വാലകൾ പതിപ്പിച്ചുകൊണ്ട്, some were lit up by cold cycle lamp, and 1 or 2, like the astrologers, managed without lights of their own. ചിലതിൽ പഴയ സൈക്കിൾ ലാമ്പുകൾ കത്തിച്ചിരിക്കുന്നുണ്ട്. പിന്നെന്താണ്, 1 or 2 വിളക്കുകൾ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. Then it was a bewildering crisscross of light rays and moving shadows.
പ്രകാശകിരണങ്ങളുടെയും അല്ലെങ്കിൽ നിഴലുകളുടെയും ഒരു അമ്പരിപ്പിക്കുന്ന ഒരു പ്രോസ്ട്രോസ് ആയിരുന്നു അത് അവിടെ എന്നാണ് പറയുന്നത്. This suited the astrologers very well for the simple reason that he had not in the least intended to be an astrologer when he began life, and he knew no more of what was going to happen to others than he knew what was going to happen to himself next minute. പിന്നെന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ജോലി ആരംഭിക്കുകയാണ്. ലളിതമായിട്ടുള്ള ഒരു ജോലി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നൊന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ല. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്? വ്യാജമായിട്ട് എല്ലാം അദ്ദേഹം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കുമെന്ന് എന്ത് ചെയ്യാണ്? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാണ്? അദ്ദേഹം പറ്റിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. Then he wasn't much a stranger to the stars as were innocent customers. Yet he said things which pleased and astonished everyone. That was more a matter of steady practice and shrewd guesswork. All the same, it was as much an honest man's labor as any other, and he deserved the wages he carried home at the end of a day. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം സമർത്ഥമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഊഹാപോഹങ്ങൾ അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ആളുകൾ അത് കേൾക്കുകയും അവസാനം ലഭ്യമാകുന്ന ക്യാഷ് കൊണ്ട് വേജ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വേജ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് അന്ന് ചെയ്യുന്നത്. ആളുകളെ അങ്ങനെ പറ്റിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ജീവിക്കുന്നത്. At midday, an astrologer opened his backpack and took out his professional gear, which included cowries shells, cloth with mystic charts, a notebook, and Palmyra writing. ഉച്ചയായപ്പോൾ അദ്ദേഹം തൻ്റെ ബാഗൊക്കെ തുറന്ന് തൻ്റെ മുന്നിൽ എന്ത് ചെയ്യാണ്? ഷെല്ലുകളും മിസ്റ്റിക് ചാർട്ടും നോട്ട്ബുക്കും പാൽമിറ റൈറ്റിങ്ങും ഒക്കെ അദ്ദേഹം പുറത്തെടുത്ത് വെക്കുകയാണ്. Then he wore a saffron colored turban around his head. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ എന്ത് ചെയ്യാണ്? തലയിൽ കുങ്കുമ നിറമുള്ള തലപ്പാവ് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. And his eyes shone with an unnatural brightness. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു അസ്വാഭാവികമായിട്ടുള്ള തിളക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. People were drawn to him in the same way that bees are drawn to cosmos or dahlia stacks. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ആളുകൾ എന്ത് ചെയ്യാണ്? ഒരു ഡാലിയ തണ്ടുകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന തേനീച്ചകളെ പോലെ അയാളിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. He sat beneath a tamarind tree at a town hall park. അദ്ദേഹം ടൗൺ ഹാൾ പാർക്കിന്റെ അടുത്തുള്ള ടമറിൻ ട്രീയുടെ അടുത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. വേറെ റേഞ്ച് ഓഫ് ട്രേഡ്സ് ആൻഡ് ഒക്യുപേഷൻസ് വർ റെപ്രസെന്റഡ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ജോലിക്കാരുണ്ട്. The astrologer knew nothing about the stars but somehow made a career by positioning himself next to the person selling fried groundnut. അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല? വിവിധ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അദ്ദേഹത്തിന് നക്ഷത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ജ്യോതിഷത്തെ കുറിച്ചോ ഒന്നും തന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു. ഒരു എന്താ പറയാ, നിലക്കടല ഗ്രൗണ്ട് വിൽക്കുന്ന, ഫ്രൈഡ് ഗ്രൗണ്ട് നട്ട് എന്നാണ് പറയുന്നത്, വറുക്കുന്ന നിലക്കടല വിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഒരു പൊസിഷൻ കണ്ടെത്തുകയും സ്ഥാനം പിടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? അവിടെ ഒരു കരിയർ എന്തായാലും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. His place was lit by adjacent shop lights, gas lights, snake flares, antique cycle lamps, and without their own lights, he was a hard worker who deserved the money he brought home at the end of the day. പലതരത്തിലുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കത്തുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അവസാനം ആ ദിവസത്തിന്റെ അവസാനം വീട്ടിലേക്ക് അയാൾക്ക് കിട്ടിയ പണത്തിന്റെ ഒരു വിഹിതം അദ്ദേഹം എന്ത് ചെയ്യുന്നു? കഠിനമായി പ്രയത്നിച്ച് കിട്ടുകയാണ് അയാള്, അല്ലെ? അതെന്ത് ചെയ്യാണ്? മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ട്, അല്ലെ?
ഓരോരോ കാര്യങ്ങൾ പറ്റിച്ചു പറഞ്ഞുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ക്യാഷ് അയാൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അവിടെ, കണ്ടോ? വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ് ഇൻ ദ സ്റ്റോറി? എന്താണ് നമ്മുടെ കഥയിലെ പ്രോട്ടഗോണിസ്റ്റിന്റെ ജോലി എന്താണെന്നാണ് ചോദിക്കുന്നത്. 2, what were the professional equipments used by the protagonist to attract his customers? ആ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പ്രൊഫഷണൽ ഉപകരണങ്ങൾ, പ്രൊഫഷണൽ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയായിരുന്നു? Given below are a few words. Find their antonyms words with opposite meaning from the passage and write them in the blanks given. എന്താണ് പറയുന്നത്? താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിപരീത പദങ്ങൾ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്ലണ്ട്, ഡിസ്കംഫർട്ട്, കണ്ട, കോസ്റ്റ്ലി, കോംപ്ലക്സ്, ഇന്നസെന്റ്, ഡിസോണസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമ്മളുടെ നോട്ട്സിന്റെ ഏറ്റവും താഴെ നോക്കൂ. ഉണ്ടോ? ഇവിടെ തന്നിട്ട് കണ്ടില്ലേ? ആസ്ട്രോളജി ആണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം. കണ്ടോ? ആസ്ട്രോളജിനാണ് അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്യാരക്ടറിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രൊഫഷണൽ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? എ ഡസൻ കൗറി ഷെൽസ്, എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് ഒബ്സ്ക്യൂർ മിസ്റ്റിക് ചാർട്ട്സ് ഓൺ ഇറ്റ്, എ നോട്ട് ബുക്ക് ആൻഡ് എ ബണ്ടിൽ ഓഫ് പാൽമിറ റൈറ്റിംഗ്. പിന്നെന്താ പറയുന്നത്? നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ആ പദങ്ങളുടെ ഓപ്പോസിറ്റ് വേർഡുകൾ കണ്ടെത്താനാണ്. അപ്പൊ അവിടെ തന്നിട്ടുള്ള വാക്കുകളുണ്ട്. ബ്ലണ്ട് അല്ലെ, ഷാർപ്പ്, പിന്നെ അടുത്തത് കംഫർട്ട് എന്നാണ്, അടുത്തത് ചീപ്പ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്. പിന്നെ സിമ്പിൾ എന്നുള്ളതാണ്. പിന്നെ ഹോണസ്റ്റ്, അടുത്ത വേർഡ് ഹോണസ്റ്റ് എന്നാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളാണ് അതിന്റെ മീനിങ്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. നമ്മുടെ ആസ്ട്രോളജറിന് എന്ത് ചെയ്യുന്നുണ്ടോ? എന്താ പറയാ, പ്രവചിക്കാനുള്ള ജ്യോതിഷത്തിന്റെ എല്ലാ കഴിവുകളും അദ്ദേഹത്തിന് ലഭ്യമാണോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. കഴിവുകൾ ലഭ്യമാണോ? അദ്ദേഹം നല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന ഒരാളായിരുന്നോ അദ്ദേഹം? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആണോ? അല്ല അല്ലേ? Does the astrologer have special powers of predicting the future എന്നാണ് ചോദിക്കുന്നത്. നോ എന്നാണ് അതിന്റെ ആൻസർ. ദെൻ നോക്കൂ, സെക്ഷൻ 2 നോക്കൂ. എന്താണ് ഇനി സെക്ഷൻ 2 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. He had left his village without any previous thought or plan. If he had continued there, he would have carried on the work of his forefathers, namely tilling the land, living, marrying, and ripening in his cornfield and an ancestral home. അദ്ദേഹം ഒരു മുൻ ചിന്തയോ അല്ലെങ്കിൽ പദ്ധതിയോ ഒന്നുമില്ലാതെയാണ് അദ്ദേഹം തന്റെ എന്ത് ചെയ്യുന്നത്? വില്ലേജ് വിട്ട് അദ്ദേഹം വരുന്നത്. ഇഫ് ഹി ഹാഡ് കണ്ടിന്യൂഡ് ദ ഹി വുഡ് ഹാവ് ക്യാരിഡ് ഓൺ ദ വർക്ക് ഓഫ് ഹിസ് ഫോർ ഫാദേഴ്സ്. തന്റെ പൂർവികരുടെ ജോലിയായിട്ടുള്ള എന്താ പറയാ, കൃഷി അല്ലെങ്കിൽ എന്താണ്, ടില്ലിംഗ് ദ ലാൻഡ്, ലിവിങ്, മാരിയിങ് ആൻഡ് റൈപ്പനിങ് ഇൻ ഹിസ് കോൺഫീൽഡ് ആൻഡ് ആൻസിസ്ട്രൽ ഹോം. ഇതൊന്നും ഈ ഒരു ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ചിലപ്പോ അദ്ദേഹത്തിന്റെ പൂർവികരുടെ ജോലികളായിട്ടുള്ള കൃഷിയോ അല്ലെങ്കിൽ എന്താണ് വിവാഹം കഴിച്ചിട്ട് താമസിക്കുക, അല്ലെങ്കിൽ എന്താണ് തറവാടുകളിലും അല്ലെങ്കിൽ എന്താണ് ആൻസിസ്ട്രൽ ഹോം എന്ന് പറയുന്ന തറവാടുകളിലും അവിടുത്തെ കൃഷിയിടങ്ങളിലും ഒക്കെ എന്ത് ചെയ്യാണ്? കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തിരിക്കാം. പക്ഷേ ബട്ട് ദാറ്റ് വാസ് നോട്ട് ടു ബി, അതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഹി ഹാഡ് ടു ലീവ് ഹോം വിതൗട്ട് ടെല്ലിങ് എനി വൺ ആൻഡ് ഹി could not rest till he left it behind a couple of 100 miles. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ആരോടും പറയാതെ ഒരു ദിവസം വീട് വിട്ട് പോരേണ്ടി വന്നു. ഒരുപാട്
ദൂരത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ലീവ് ഹോം വിതൗട്ട് ടെല്ലിങ് എനി വൺ ആൻഡ് ഹി കുഡ് നോട്ട് റെസ്റ്റ് ടിൽ ഹി ലെഫ്റ്റ് ഇറ്റ് ബിഹൈൻഡ് എ കപ്പിൾ ഓഫ് 100 മൈൽസ് എന്നാ പറയുന്നത്. നൂറുകണക്കിന് മൈലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പോ പോന്നിരിക്കുകയാണ്. To a villager it is a great deal as if an ocean flowed between. ഒരു ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. ഒരു സമുദ്രം ഒഴുകുന്നത് പോലെ എന്ത് ചെയ്യാണ്, അദ്ദേഹം തന്റെ ജീവിതം എന്ത് ചെയ്യാണ്, ഒഴുകി നടക്കുകയാണ്, ഒരു സമുദ്രം പോലെ എന്ന് പറയാണ്. He had a working analysis of mankind's troubles, marriage, money and the tangles of human ties. Long practices had sharpened his perception. Within 5 minutes, he understood what was wrong. ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിശകലനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു അനാലിസിസ് ഉണ്ട്, എന്തൊക്കെയായിരിക്കും ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത്. മാരേജ്, മണി ആൻഡ് ദ ടാങ്കിൾസ് ഓഫ് ഹ്യൂമൻ ടൈസ്. ഒന്നുകിൽ എന്താണ്, വിവാഹമായിരിക്കും, അല്ലെങ്കിൽ പണമായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും. Then long practices had sharpened his perception. അദ്ദേഹം നീണ്ട പരിശീലനം കൊണ്ട് അദ്ദേഹത്തിന്റെ ധാരണയെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളിൽ നിന്ന് അദ്ദേഹം മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ പ്രശ്നം എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം ഇപ്പൊ ഒരു നീണ്ട പരിശീലനം കൊണ്ട് തന്നെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്, ആ ഒരു പ്രോബ്ലം എന്തായിരിക്കും എന്ന് കണ്ടെത്താൻ. Within 5 minutes he understood what was wrong. 5 മിനിറ്റിനുള്ളിൽ തന്നെ എന്താണ് തെറ്റ്, അയാളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യും, മനസ്സിലാക്കും. He charged 3 pies per question and never opened his mouth till the other had spoken for at least 10 minutes. ഒരു ചോദ്യത്തിന് 3 പൈസ വീതം ഈടാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യും, 10 മിനിറ്റ് എങ്കിലും സംസാരിച്ചതിന് ശേഷം മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹം വായ തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ചോദിക്കുന്ന അയാളുടെ പ്രശ്നവുമായി വന്നിരിക്കുന്ന ആൾക്ക് ഇയാളോട് ചോദിക്കുകയാണ്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയണം. അപ്പൊ ഒരു ചോദ്യമായി അവിടെ, അതിന്റെ ആൻസർ ആണ് എന്ത് ചെയ്യുന്നത്, ജ്യോതിഷിയോട് ചോദിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, 10 മിനിറ്റ് എങ്കിലും അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നത് വരെ അയാൾ എന്ത് ചെയ്യും, വാ തുറക്കില്ല, അത് കേട്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അയാൾ ഒരു ചോദ്യത്തിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 30 പൈസ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ക്യാഷ് ഈടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നീണ്ട ഒരു ക്യാഷ് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, അയാൾക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെ. അപ്പൊ ഒരു ദിവസം അയാൾക്ക് നല്ലൊരു വരുമാനം തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, അയാൾക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനാവും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ നമ്മുടെ റൈറ്റർ പറഞ്ഞു തരുന്നത്. Then which provided him enough stuff for a dozen answers and advices. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യും, ഒരുപാട് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളും ഉത്തരങ്ങളും അദ്ദേഹം നൽകുമെന്നാണ് പറയുന്നത്. When he told the person before him, gazing at his palm, in many ways you are not getting the fullest results for your efforts. 9 out of 10 were disposed to agree with him, or he questioned, is there any woman in your family, maybe even a distant relative, who is not well disposed towards you? അദ്ദേഹം തന്റെ കൈപ്പത്തിയിലേക്ക്, തന്നെ മുന്നിലിരിക്കുന്ന വ്യക്തി അയാളുടെ മുന്നിലിരിക്കുകയാണ്. അപ്പൊ കൈപ്പത്തിയിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണേ, അദ്ദേഹം പലതരം പ്രശ്നങ്ങൾ പറയും, അതിനുള്ള പ്രതിവിധികളും എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. 10ൽ 9 പേരും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് യോജിക്കാൻ പ്രവണത കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു പ്രവണത എന്ത് ചെയ്യും, 10ൽ 9 പേരും കാണിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഒരു അകന്ന ബന്ധുവാണെങ്കിൽ പോലും നിങ്ങളോട് ഒരു മനോഭാവം ഇല്ലാത്തവരാണോ, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹം ചോദിക്കും. നിങ്ങളുടെ മിക്ക പ്രശ്നങ്ങളും നിങ്ങളുടെ സ്വഭാവം മൂലമാണ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എന്താ പറയാ,
ശനി ദോഷം അങ്ങനെയൊക്കെ നമ്മൾ പറയണ്ട, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്തത്, പരുക്കൻ സ്വഭാവവും ബാഹ്യരൂപവുമാണ് നിങ്ങൾക്ക് എന്നൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇസ് ദർ എനി വുമൺ ഇൻ യുവർ ഫാമിലി, മേ ബി ഈവൻ എ ഡിസ്റ്റന്റ് റിലേറ്റീവ്, who is not well disposed towards you, or he gave an allowance of character? Most of your troubles are due to your nature. How can you be otherwise with a certain where he is? You have an impetuous nature and a rough exterior. അപ്പോൾ എന്ത് ചെയ്യണം, അയാളുടെ ഒരു വിശ്വാസം എന്ത് ചെയ്യാണ്, അദ്ദേഹം നേടിയെടുക്കുകയാണ് അദ്ദേഹം അതിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പ്രിയങ്കരനായിട്ട് ദിസ് എൻജോയ് ഹിം ടു ദെയർ ഹേർട്സ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു പ്രിയങ്കരനായിട്ട് ആളുകളുടെ മനസ്സിൽ മാറുകയാണ്. നല്ല സൗമ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം for even the mildest of us loves to think that he has a forbidding exterior. അദ്ദേഹത്തിന് ഒരു വിലപ്പെട്ട ബാഹ്യരൂപമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, ആളുകൾ വിശ്വസിക്കുകയാണ്. ഉള്ളിലെ അയാളുടെ സ്വഭാവം കറക്റ്റ് എന്താണ് എന്നുള്ളത് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അയാൾ അത്രയും സൗമ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകളോട് സംസാരിക്കുന്നത്. The nuts vendor blew out his flare and rose to go home. This was a signal for the astrologer to bundle up too, since it left him in darkness except for a little shaft of green light which strayed in from somewhere and touched the ground before him. അപ്പൊ തന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൗണ്ട് നട്ട് വിൽക്കുന്ന ആളുണ്ട് എന്നുള്ളത് പറഞ്ഞു അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ആ ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു തീ ഊതിക്കെടുത്തി അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ദിസ് വാസ് എ സിഗ്നൽ ഫോർ ദ ആസ്ട്രോളജർ ടു ബണ്ടിൽ അപ്പ് ടു. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ആസ്ട്രോളജറും എന്ത് ചെയ്യും, പോവാനായി എന്നുള്ളത് എന്ത് ചെയ്യണം, അയാളും തീരുമാനിക്കുകയാണ്. പിന്നെ അയാൾക്ക് അവിടെ ഇരുട്ടിലിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് അയാളുടെ ജോലി എന്ത് ചെയ്യും, അയാള് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിക്ക് അപ്പ് ഹിസ് കൗറി ഷെൽസ് ആൻഡ് paraphernalia and was putting them back into his bag. When the green shaft of light was blotted out, he looked up and saw a man standing before him. അയാൾ എന്ത് ചെയ്യാണ്, തൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് ഒരു വെളിച്ചത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ രൂപം അയാൾ കണ്ടു. ഒരു മനുഷ്യൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് അയാൾ കാണാണ്. അപ്പോ അയാൾ പറയാണ്, യു ലുക്ക് സോ കെയർ വോൺ, ഇറ്റ് will do you good to sit down for a while and chat with me. The other grumbled some vague reply. The astrologer pressed his invitation, whereupon the other thrust his palm under his nose, saying, "You call yourself an astrologer?" The astrologer felt challenged and said, tilting the other's palm towards the green shaft of light, "Yours is a nature." എന്താണ് പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധാലുവാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം എന്ത് ചെയ്യുക, എന്നോടൊന്ന് സംസാരിക്കൂ, നിങ്ങൾക്ക് ചിലപ്പോ ഇതൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാണ്, എന്നോട് സംസാരിക്കുന്ന ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നൊക്കെ പറയുകയാണ്. അയാൾ തന്റെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ്, അയാളെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മറ്റേ ആൾ എന്ത് ചെയ്യാണ്, അയാളുടെ കൈ എന്ത് ചെയ്യാണ്, മൂക്കിനിടയിൽ ഇങ്ങനെ കയറ്റിയിട്ട് പറയാണ്, നീ സ്വയം ഒരു ആസ്ട്രോളജർ എന്ന് വിളിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, അതൊരു വെല്ലുവിളി പോലെ എന്ത് ചെയ്യാണ്, അയാൾക്ക് തോന്നുകയാണ്. അപ്പോ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ യുവേഴ്സ് ഇസ് എ നേച്ചർ, ഇതാണ് നിങ്ങളുടെ സ്വഭാവം, ഇത് നിർത്തൂ എന്നുള്ളത് എന്ത് ചെയ്യാണ്, പറയാണ്. The other said, tell me something worthwhile. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹം പറയാണ്, ടെൽ മീ വാട്ട് ഈസ് സംതിങ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. മറ്റേ ആളാണ് പറയുന്നത്. The other said, tell me something worthwhile. എന്താണ്, എന്തെങ്കിലും worthwhile ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് പറയുന്നത്.
അപ്പോൾ എന്താണ്, ദ ആസ്ട്രോളജർ ഹാഡ് ലെഫ്റ്റ് ഹിസ് ടൗൺ വിതൗട്ട് തിങ്കിങ് ഓർ പ്ലാനിങ് എഹെഡ് ഓഫ് ടൈം. ഹി ഹാഡ് എ വർക്കിംഗ് അനാലിസിസ് ഓഫ് മാൻകൈൻഡ്സ് പ്രോബ്ലംസ് സച്ച് ആസ് മാരേജ്, മണി ആൻഡ് ഹ്യൂമൻ ബോണ്ട്സ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്നത്. Does the protagonist choose to be an astrologer by choice? എന്താണ്, നമ്മുടെ ആസ്ട്രോളജർ ഒരു എന്താ പറയാ സ്വമേധയാ ഒരു ജ്യോതിഷനാകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ കുഡ് ദ ആസ്ട്രോളജർ സാറ്റിസ്ഫൈ ഹിസ് ക്ലയൻസ്? ഒരു ആസ്ട്രോളജർക്ക് തന്റെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെ കഴിയുന്നു? വാട്ട് വാസ് ദ സിഗ്നൽ ഫോർ ദ ആസ്ട്രോളജർ ടു ബണ്ടിൽ അപ്പ് ആൻഡ് ഗോ ഹോം? അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്, അതിന്റെ സിഗ്നൽ എന്തായിരുന്നു? Given below are a few words. Find out their synonyms, words of same meaning from the passage and write them in the blanks given. Problem, ancestor, insight. കണ്ടോ, അവിടെ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അത് എഴുതേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അവയുടെ സിനോണിംസ് ആണ്. നേരത്തെ നമ്മളോട് ആന്റോണിംസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന്റെയൊക്കെ സിനോണിംസ് ആണ്. എന്താ പറയാ, പര്യായ പദങ്ങൾ, സമാന പദങ്ങൾ എന്നൊക്കെ പറയും. അതാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത് നേരത്തെ നമ്മളുടെ ആ സ്റ്റോറിയുടെ ഒരു കൺക്ലൂഷൻ ആണ് കേട്ടോ, അതിന്റെ ഒരു സമ്മറിയാണ്. വീണ്ടും അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത് വായിക്കാഞ്ഞത്. വീണ്ടും നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ദെൻ സെക്ഷൻ 3 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സെക്ഷൻ 3യിൽ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ ജ്യോതിഷിയുടെ അല്ലെങ്കിൽ എന്താണ് ആസ്ട്രോളജറിന്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുകയാണ് അല്ലെ. അയാൾ എന്ത് ചെയ്യാണ്? അയാളൊരു വെല്ലുവിളി പോലെ ചോദിക്കുകയാണ്, നിങ്ങള് ജ്യോതിഷി തന്നെയാണോ? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണോ? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾക്കൊരു ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചോദിക്കൂ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അവർ ഫ്രണ്ട് ഫെൽറ്റ് പിക്യൂഡ്. പിക്യൂഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യം വരികയാണ്. ഐ ചാർജ് ഓൺലി 3 pice per question and what you get ought to be good enough for your money. At this, other withdrew his arm, took out an anna and flung it out to him, saying, I have some questions to ask. If I prove you are bluffing, you must return that anna to me with interest. അപ്പോൾ ഒരു ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യും? 3 പൈസ മാത്രമേ ഈടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ പണത്തിന് മതിയായതായിരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള പൈസ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് കേട്ട മറ്റേ ആൾ എന്ത് ചെയ്യാണ്? കൈ പിൻവലിച്ചുകൊണ്ട് ഒരണ എടുത്തിട്ട് അയാൾക്ക് നേരെ കൊടുത്തിട്ട് പറയാണ്, എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ കള്ളം പറയുകയാണെന്ന് ഞാൻ തെളിയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഈ പലിശ സഹിതം, ഈ അതായത് ഈ അദ്ദേഹം കൊടുക്കുന്ന പണം, ഒരണ, അതിന്റെ പലിശ സഹിതം എന്ത് ചെയ്യണം? എനിക്ക് തിരിച്ചു നൽകണം എന്നുള്ളത് ഇയാൾ പറയാണ്. ഇയാൾ അയാളുടെ മുന്നിൽ എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. അപ്പൊ അയാളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ജ്യോതിഷി ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? ജ്യോതിഷിയോട് ഇയാൾ തിരിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഞാൻ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ തരുന്ന ക്യാഷിന്റെ പലിശ സഹിതം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇഫ് യു ഫൈൻഡ് മൈ ആൻസർ സാറ്റിസ്ഫാക്ടറി വിൽ യു ഗിവ് മീ 5 rupees? എന്റെ ഉത്തരം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുകയാണെങ്കിൽ വിൽ യു ഗിവ് മീ 5 rupees? നിങ്ങൾ എനിക്ക് 5 രൂപ തരുമോ എന്ന് ചോദിച്ചു. നോ, ഇല്ല എന്ന് പറഞ്ഞു. ഓ വിൽ യു ഗിവ് മീ 8 annas? ഇല്ലെങ്കിൽ എനിക്ക് 8 അണ തരുമോ എന്ന് ചോദിച്ചു. All right, provided you give me twice as much if you are wrong, said the stranger. അയാൾ പറയാണ്, ശരി, നിങ്ങൾ തെറ്റാണെങ്കിൽ എനിക്ക് ഇരട്ടി തന്നാൽ മതി, അപരിചിതൻ പറഞ്ഞു.
This fact was accepted after a little further argument. The astrologers sent up a prayer to heaven as the other lit a cheroot. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, ഒരു സംസാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ അവരൊരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അംഗീകരിക്കുകയാണ് അയാള്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ചെറൂട്ട് കത്തിക്കുകയാണ്. ദെൻ ഒരു പ്രാർത്ഥന അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ ആസ്ട്രോളജർ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുകയാണ്. The astrologer caught a glimpse of his face by the matchlight. തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം, അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. There was a pause as cars scooted on the road. അപ്പോൾ ആ ഒരു സമയത്ത് ആള് എന്താണ്, റോഡിലൂടെ ഇങ്ങനെ കാറുകളൊക്കെ പോകുന്നതിനൊരു ഇടവേള ഉണ്ടായിരുന്നു, പോസ് ഉണ്ടായിരുന്നു. Jet car drivers swore at their horses and the babbles of the crowd agitated the semi-darkness of the park. The other sat down, sucking his cheroot, puffing out that sat there ruthlessly. അത് മാത്രല്ല, പിന്നെന്താണ് പറയുന്നത്, ഡ്രൈവർമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുതിരവണ്ടികളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഇങ്ങനെ ശകാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജനക്കൂട്ടത്തിന്റെ ബഹളം കേൾക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ ഒരു അർദ്ധരാത്രി, ഒരു രാത്രിയാണ് സമയം, ആ ഒരു സമയത്ത് ഇരുട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൗണ്ടുകളൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ഒരു സമയത്ത് ഹിയർ ടേക്ക് യുവർ നമ്മുടെ ആസ്ട്രോളജർ ഫെൽറ്റ് വെരി അൺകംഫർട്ടബിൾ. അയാൾക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങുന്നുണ്ട്. ഹിയർ ടേക്ക് യുവർ ബാക്ക്. ഐ ആം നോട്ട് യൂസ് ടു സച്ച് ചലഞ്ചസ്. ഇറ്റ് ഈസ് ലേറ്റ് ഫോർ മീ ടുഡേ. അപ്പൊ അദ്ദേഹം പറയാണ്, നിന്റെ നിനക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊണ്ടുപോകാം. ഞാൻ ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നും എന്ത് ചെയ്യാറില്ല, സ്വീകരിക്കാറില്ല. എനിക്ക് ഇങ്ങനെയുള്ള അതൊന്നും പരിചിതമല്ല. ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആകെ വൈകിയിട്ടുണ്ട് വീട്ടിൽ പോവാന്. ഹി മെയ്ഡ് പ്രിപ്പറേഷൻ ടു ബണ്ടിൽ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, തന്റെ ബണ്ടിലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ദ അതർ ഹെൽഡ് ഹിസ് റിസ്റ്റ് ആൻഡ് സെഡ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എവിടെ നിന്ന് പോവാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ദ ആസ്ട്രോളജർ, യു കാണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നൗ, യു ഡ്രാഗ് മീ ഇൻ വൈൽ ഐ വാസ് പാസിങ്. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അയാള് പറഞ്ഞു, നിനക്ക് ഇപ്പൊ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല, എന്ത് ചെയ്യില്ല, നിനക്ക് അങ്ങനെ പോവാൻ ഇവിടെ നിന്ന് പറ്റില്ല. യു ഡ്രാഗ് മീ ഇൻ വൈൽ ഐ വാസ് പാസിങ്. ദ ആസ്ട്രോളജർ ഷിവേർഡ് ഇൻ ഹിസ് ഗ്രിപ്പ്. അയാളുടെ ആ ഒരു പിടിയിൽ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ആസ്ട്രോളജർ ഇങ്ങനെ വിറയ്ക്കുകയാണ്. ആൻഡ് ഹിസ് വോയിസ് ഷൂക്ക് ആൻഡ് ബിക്കേം ഫെയിന്റ്. അയാളുടെ ശബ്ദം തന്നെ ഇടറി ആകെ വിറയ്ക്കുന്നുണ്ട്. ദെൻ ലീവ് മീ ടുഡേ, ഐ വിൽ സ്പീക്ക് ടു യു ടുമോറോ. ഇന്ന് എന്നെ വിടൂ, നാളെ നമുക്ക് സംസാരിക്കാം എന്ന് അയാൾ പറഞ്ഞു. ദ അതർ ത്രസ്റ്റ് ഹിസ് പാം ഇൻ ഹിസ് ഫേസ് ആൻഡ് സെഡ്, ചലഞ്ച് ഈസ് ചലഞ്ച്, ഗോ ഓൺ. വെല്ലുവിളി തന്നെയാണ്, എന്ത് ചെയ്യാണ്, നീ അത് ഏറ്റെടുക്കണം എന്നൊക്കെ പറയാണ്. ദ ആസ്ട്രോളജർ പ്രൊസീഡഡ് വിത്ത് ഹിസ് ത്രോട്ട് ഡ്രൈയിങ് അപ്പ്, ദർ ഇസ് എ വുമാൻ. അയാൾ എന്ത് ചെയ്യാണ്, ആകെ ഇങ്ങോട്ട് അയാളുടെ തൊണ്ട വരണ്ട പോലെ ആവുകയാണ് നമ്മളുടെ ആസ്ട്രോളജറുടെ അയാളുടെ മുഖം നോക്കുന്ന സമയത്ത്. എന്നിട്ട് പറയാണ്, ദർ ഇസ് എ വുമൺ, ഒരു സ്ത്രീ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. സ്റ്റോ സെഡ് ദ അതർ. അപ്പൊ അയാൾ പറഞ്ഞു, നിർത്തൂ എന്ന് പറയാണ്. ഐ ഡോണ്ട് വാണ്ട് ഓൾ ദാറ്റ്. ഷall I succeed in my present search or not? Answer this and go. Otherwise, I will not let you go till you disgorge all your coins. The astrologer muttered a few incantations and replied, all right. അപ്പൊ പറയാണ്, നിർത്തൂ എന്ന് പറയാണ്. എനിക്ക് എന്ത് ചെയ്യണ്ട, വിജയിക്കോ അല്ലെങ്കിൽ എന്താണ്, വിജയിക്കില്ലേ, അല്ലെങ്കിൽ എന്താണ്, ഈ ചലഞ്ച് ഏറ്റെടുക്കണം, അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയാണ്. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു, മറ്റേ ആള് പറയാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോണം. ആൻസർ ദിസ് ആൻഡ് ഗോ. അതർവൈസ് ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ ടിൽ ദ ഡിസ്ഗോസ്റ്റ് ഓൾ യുവർ കോയിൻസ്. എല്ലാ നാണയങ്ങളും എന്ത് ചെയ്യും, വലിച്ചെറിയും, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് വിടില്ല എന്നുള്ളത് പറയാണ്. അയാൾ എന്ത് ചെയ്യാണ്, ആ സമയത്ത് ദ ആസ്ട്രോളജർ മട്ടേർഡ് എ ഫ്യൂ ഇൻകാന്റേഷൻ. അയാൾ ഇങ്ങനെ ചില മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓൾ റൈറ്റ്, ഐ വിൽ സ്പീക്ക്. ശരി, ഞാൻ സംസാരിക്കാം. ബട്ട് വിൽ യു ഗിവ് മീ എ റുപ്പി ഇഫ് വാട്ട് ഐ സേ ഈസ് കൺവൈൻസിങ്. പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു രൂപ തരുമോ, അല്ലെങ്കിൽ ഞാൻ വായ തുറക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പറയാണ്, ആൻഡ് യു മേ ഡു വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
ഒരു വിലപേശലിനും എന്ത് ചെയ്യുന്നില്ല, ആദ്യം അയാൾ സമ്മതിക്കുന്നില്ല. ശേഷം എന്ത് ചെയ്യാണ് മറ്റേയാള് ആഫ്റ്റർ എ ഗുഡ് ഡീൽ ഓഫ് ഹാഗ്ലിംഗ് ദ അതർ അഗ്രീഡ്, അയാൾ പിന്നെ സമ്മതിച്ചു. ദ ആസ്ട്രോളജർ സെഡ് യു ആർ ലെഫ്റ്റ് ഫോർ ഡെഡ് ആം ഐ റൈറ്റ്? ജ്യോതിഷു പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയി എന്ന് കരുതിയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് അല്ലേ എന്നുള്ളത് ചോദിച്ചു. ശരിയാണോ? ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞു. ടെൽ മീ മോർ, കൂടുതൽ പറയൂ എന്ന് പറയാണ്. എ ക്നീഫ് ഹാസ് പാസ്ഡ് ത്രൂ യു വൺസ് സെഡ് ദ ആസ്ട്രോളജർ. അപ്പൊ അയാൾ ചോദിച്ചു, ഒരിക്കൽ ഒരു കത്തി നിന്നിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിന്നെ കുത്തിയിട്ടില്ലേ, അതായത് നിന്നിലൂടെ കടന്നു പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്നെ ഒരു കത്തി കൊണ്ട് കുത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഗുഡ് ഫെല്ലോ ഹി ബെയർഡ് ഹിസ് ചെസ്റ്റ് ടു ഷോ ദ സ്കാർസ്, വാട്ട് എൽസ് എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നെഞ്ചു തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വേറെന്താണെന്ന് ചോദിച്ചു. ഇനി എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. And then you were pushed into a well nearby in the field, you were left for dead. നിന്നെ എന്ത് ചെയ്യാണ്, ആ വയലിനടുത്തുള്ള ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടില്ലേ, മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചില്ലേ നിന്നെ എന്നൊക്കെ എന്ത് ചെയ്യാണ് പറയാണ്. അപ്പൊ ഓരോരോ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ആസ്ട്രോളജർ എന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദ സ്ട്രേഞ്ചർ ചലഞ്ചസ് ദ ആസ്ട്രോളജർ ടു റിട്ടേൺ ആൻ അന ടു ഹിം വിത്ത് ഇൻട്രസ്റ്റ് ഇഫ് ഹി ക്യാൻ പ്രൂവ് ഹി ഈസ് ബ്ലഫിംഗ്. അയാള് നുണയനാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചലഞ്ച് വെക്കുന്നത് അയാള്. ദ ആസ്ട്രോളജർ ഈസ് ഏബിൾ ടു പെർസ്വേഡ് ദ സ്ട്രേഞ്ചർ ടു പേ ഹിം 8 annas ഫോർ സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ്, ബട്ട് ഇറ്റ് കംസ് വിത്ത് ദ ക്ലോസ് that if the astrologer is wrong, he has to pay back twice as much. At one point, the astrologer wanted to quit, but the stranger gripped his wrist and declared that he could not back out then. അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ ചലഞ്ച് അംഗീകരിക്കാൻ അയാളുടെ പെട്ടെന്ന് ആ വെളിച്ചത്തിൽ അയാളുടെ മുഖം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, ചലഞ്ച് പറയുന്ന സമയത്ത് അയാൾ ആദ്യം അംഗീകരിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ നമ്മുടെ ആസ്ട്രോളജർ പിന്നെ എന്ത് ചെയ്യാണ്, നിരസിക്കുകയാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യണം, അയാളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറ്റില്ല എന്ന് നിർബന്ധിക്കുകയാണ്. ആൻസർ പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ അയാൾ എന്ത് ചെയ്യാണ്, ആൻസർ പറയാൻ വേണ്ടി സമ്മതം കൊടുക്കുകയാണ്. ദ ആസ്ട്രോളജർ ഷിവേർഡ് അണ്ടർ ഹിസ് കൺട്രോൾ ആൻഡ് ഹിസ് വോയിസ് ടേൺ ഫെയിന്റ്. അയാളുടെ ശബ്ദം പോലും ഇടറി പോവുകയാണ് പിന്നീട്. Even though the astrologer tried giving him a different day, the other declined. അടുത്തൊരു ദിവസം സംസാരിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്, നിരസിക്കുകയാണ് ചെയ്യുന്നത്. He even stopped the astrologer as he started speaking about a woman in his life. The stranger's interest revolved only around his current search. Realizing that he has no other option, the astrologer revealed how the stranger had been fatally wounded, pushed into a well and left for dead. The astrologer then informed the stranger that his culprit had died 4 months ago in a distant place and that he would never see him again. പിന്നീട് എന്ത് ചെയ്യണം, ആസ്ട്രോളജറുമായിട്ട് നിർത്താതെ സംസാരിക്കുകയും അയാളുടെ എന്ത് ചെയ്യാണ്, ഹി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അബൌട്ട് എ വുമൺ ഇൻ ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ സ്ത്രീയെ കുറിച്ച് സംസാരിക്കുകയും പിന്നീട് എന്ത് ചെയ്യാണ്, സ്ട്രേഞ്ചറോട് അദ്ദേഹം സംസാരിക്കുകയും നമ്മുടെ ആസ്ട്രോളജർ സംസാരിക്കുകയും ഒക്കെ ചെയ്യാണ്. അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടും മുറിവിനെ പറ്റിയിട്ടും അദ്ദേഹത്തെ കിണറിലേക്ക് തള്ളിയിടുന്നതിനെ പറ്റിയിട്ട് പറയുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. The astrologer then informed the stranger that his culprit had died 4 months ago in a distant place and that he would never see him again. അയാൾ എന്ത് ചെയ്യാണ്, ഈ ആസ്ട്രോളജർ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്ട്രേഞ്ചറോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കിണറ്റിൽ ഉപേക്ഷിച്ചതായിരുന്നില്ലേ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തോട് പറയാണ്. അയാളിൽ എന്ത് ചെയ്യാണ്, ഒരു വിശ്വാസം അയാളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അപരിചിതനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഒരു 4 മാസം മുൻപ് എന്ത് ചെയ്യാണ്, നിങ്ങളെ മരിച്ചു പോയതാണെന്ന് കരുതിയിരുന്നില്ലേ എന്നുള്ളത്, ഇനി കാണാൻ കഴിയില്ല എന്നുള്ളതൊക്കെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യാണ്, അങ്ങനെ ഉപേക്ഷിച്ചു പോയ ആളായിരുന്നില്ലേ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൽ എന്ത് ചെയ്യാണ്, വിശ്വാസം വരുത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ആസ്ട്രോളജർ എന്താണ്,
നമ്മുടെ എന്താ പറയാ ഈ സ്ട്രേഞ്ചറുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താകും കഥയുടെ അവസാനം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നീട് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാ തന്നിട്ടുണ്ട്, നോക്കൂ. ഹൗ മച്ച് ഫീ ഡിഡ് ദ ആസ്ട്രോളജർ ചാർജ് പെർ ക്വസ്റ്റ്യൻ? ഒരു ചോദ്യത്തിന് നമ്മുടെ ആസ്ട്രോളജർ എത്ര ഫീസാണ് ഈടാക്കുന്നത്? ഹൗ ഡിഡ് ദ ആസ്ട്രോളജർ ഇനിഷ്യലി റിയാക്ട് അപ്പോൺ സീയിങ് ദ സ്ട്രേഞ്ചർ? അപരിചിതനെ കണ്ട സമയത്ത് നമ്മുടെ ആസ്ട്രോളജറിന്റെ ആദ്യ പ്രതികരണം എങ്ങനെയായിരുന്നു? 3. ലീവ് മീ ടുഡേ, ഐ വിൽ സ്പീക്ക് ടു യു ടുമോറോ. നാളെ സംസാരിക്കാം, ഇപ്പൊ എന്നെ വിടൂ എന്ന് പറയുന്നുണ്ട്. ഹു ഇസ് ദ സ്പീക്കർ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ്. ആരാണത് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആസ്ട്രോളജർ, ദ സ്ട്രേഞ്ചർ, ദ ഷോപ്പ് കീപ്പർ, ദ നരേറ്റർ എന്നൊക്കെ അല്ലെ. ആരാണ്? നമ്മുടെ ആസ്ട്രോളജർ ആണ് പറയുന്നത്. ആൻസേഴ്സ് ഒക്കെ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ഡസ് ആസ്ട്രോളജർ സ്കാർ symbolize in the story? Choose an appropriate answer from the given options. താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ്. വാട്ട് ഡസ് ആസ്ട്രോളജേഴ്സ് സ്കാർ സിംബലൈസ് ഇൻ ദ സ്റ്റോറി എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? എ ഫിസിക്കൽ ഇഞ്ചുറി, എ ബർത്ത് മാർക്ക്, എ റിമൈൻഡർ ഓഫ് ഹിസ് പാസ്റ്റ് മിസ്റ്റേക്ക്, എ മാർക്ക് ഓഫ് ഹിസ് എക്സ്പെർട്ടൈസ് ആൻഡ് ആസ്ട്രോളജി. പരിക്കിനെ പറ്റിയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്, എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ വേണം അതെന്ന് എടുത്തെഴുതാൻ. ആൻസർ ഏറ്റവും താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. Then section 4 നോക്കൂ. ഗുരുനായക്, you know my name? The other said, taken aback. ഗുരുനായക് എന്നുള്ളത് അദ്ദേഹം പറയാണ്. എൻ്റെ പേര് നിനക്കറിയാമോ എന്ന് നമ്മുടെ സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്. As I know all other things, എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഗുരുനായക്, listen carefully to what I have to say. എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ നീ കേൾക്കൂ. യുവർ വില്ലേജ് ഈസ് 2 days journey due north of this town. ഈ ഗ്രാമത്തിൽ നിന്ന് നിന്റെ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 ദിവസത്തെ യാത്രയുണ്ട്. ടേക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ ആൻഡ് ബി ഗോൺ. എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ട്രെയിൻ ആൻഡ് ബി ഗോൺ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അടുത്ത ട്രെയിനിൽ കയറി പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. Then one minute.